മുഹമ്മദ് സാഫി വയനാട്. അപ്പൊ ഇതാണ് പാണ്ടിക്കാട് കുഞ്ഞാന് നടത്തിയിട്ടുള്ള നറുക്കെടുപ്പ്. ഇതൊക്കെ നമ്മൾ കണ്ടതാവും. പക്ഷെ ഈ ഒരു നറുക്കെടുപ്പ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് സംശയം തോന്നുമെന്നുള്ള യാതൊരു തർക്കമില്ല. കാരണം ഒരാൾ സാധാരണ നറുക്കെടുപ്പ്, നമ്മളൊക്കെ നറുക്കെടുപ്പ് കണ്ടതാണ്, നറുക്കെടുപ്പിൽ പങ്കെടുത്തവരാണ്, നറുക്കെടുത്തവരൊക്കെ സാധാരണ നറുക്കെടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ചിട്ട് ഒറ്റ സെക്കൻഡ് വേണ്ട ഒരു ടിക്കറ്റ് എടുക്കാൻ. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വല്ല ബഹറിൻ്റെ ഉള്ളിലേക്ക് കൈ കടത്തണ പോലെ, എത്രയാണ് ബഹറിൻ്റെ അടിയിൽ അതിലേക്ക് കൈ കടത്തണ പോലെ കടത്തിയിട്ട് എന്തോ മൂപ്പര് ലക്ഷ്യം വെച്ചൊരു സാധനം എടുക്കണ പോലുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർക്ക് തട്ടിപ്പാണ് എന്നുള്ളത് തോന്നുന്നത്. അത് സ്വാഭാവികമാണ്. തട്ടിപ്പല്ല എന്നുള്ള മൂപ്പര് കരഞ്ഞ് പറയുന്നുണ്ട്. പല തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാവരും പാടഞ്ച പച്ചർച്ചിന്നു ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തി അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ. അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു ചെയ്തിട്ടുണ്ട്. ഇപ്പോഴതാക്കണം ആ ലൈവാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് 1, 2 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് ജനങ്ങൾ അവിടെ ഓലെ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ല. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി എന്തോ ഒരു കള്ളത്തറയിലുണ്ട് എന്നുള്ളത് ബോധ്യമാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പര് തെളിയിക്കേണ്ട മൂപ്പര് ഉത്തരവാദിത്തമാണ്, പാണ്ടിക്കാട് കുഞ്ഞാനുവിന്റെ ഉത്തരവാദിത്തമാണ്. മൂപ്പര് സ്വാഭാവികമായിട്ട് മൂപ്പര് സാധാരണ ഒരു വലം കൈയാണ്, ഒരു റൈറ്റ് ഹാൻഡാണ്. പക്ഷെ മൂപ്പര് അത് നറുക്കെടുക്കുന്നതോ ലെഫ്റ്റ് ഹാൻഡായിട്ടാണ്. ലെഫ്റ്റ് ഹാൻഡായിട്ട് നറുക്കെടുക്കുക മാത്രമല്ല, എടുത്തിട്ട് ഇങ്ങനെ അതിനുള്ളിൽ തെരയണ പോലെ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്തോ മൂപ്പര് തെരയണ പോലെ ഉള്ള പരിപാടിയാണ്. അങ്ങനെയാണോ സാധാരണ നറുക്കെടുക്കുക? അത് വേറെ ആളാണ് എടുത്തെന്ന് വെച്ചാൽ തിരക്കില്ല. മൂപ്പര് തന്നെ 1ാം സമ്മാനം എന്നിട്ട് ചോദിക്കുക സാപ്പി പേര് പറയുമ്പോ തന്നെ മൂപ്പര് സാപ്പി വയനാട്. അതിൽ തന്നെ ഒരു കള്ളത്തരം അനുഭവിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഇതൊക്കെ ആരെ കാണിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ്? ഇതല്ല കള്ളത്തരല്ല എന്നുണ്ടെങ്കിൽ മൂപ്പര് തെളിയിക്കട്ടെ. മൂപ്പര് ഉത്തരവാദിത്തമാണ്. അത് തെളിയിക്കാത്തോടത്തോളം കാലം ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. അല്ലാതെ മൂപ്പര് തെളിയിക്കണം. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ സോഷ്യൽ മീഡിയ കൊണ പറയാ. എന്താ ഇത്? മൂപ്പര് ഇതുകൊണ്ട് റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജാതി തെളിയിക്കുക അതല്ലേ വേണ്ടത്. ഇതിപ്പോ ഒരാൾ കാണുമ്പോ തട്ടിപ്പ് തന്നെയാണ്, പൂർണ്ണമായ തട്ടിപ്പ് തന്നെയാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. നമ്മാര് കാട്ടിക്കൂട്ടില്ല. രണ്ടാമത്തതോ നാസർക്ക മൂപ്പര് എടുത്തതോ അതേ ഒരു ലെവലിൽ തന്നെ. മൂപ്പര് ഒരു സൈഡിൽ തെരഞ്ഞ് കുഞ്ഞാന്, ഇപ്പുറത്തെ സൈഡിൽ ആസർവായും തെരഞ്ഞു.